ഇനി പറയുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എന്താ പറയുന്നതെന്നറിയോ? കറാമത്തുകൾ. ആ കറാമത്ത് നമ്മൾ പറയണമെങ്കിൽ, ഇയാൾ പറയാം, മടവൂരിൽ നിന്നല്ല പറയാം, ആ വാദം തന്നെയാണ് ഇവിടെയും ഉന്നയിച്ചത്. കറാമത്ത് പറയണമെങ്കിൽ ഹിദായത്തിന് കാരണമാകുന്ന കറാമത്ത് മാത്രമേ പറയാവൂ എന്നാണ്. ഹിദായത്തിന് എതിരാകുന്ന കറാമത്തുണ്ട് അത്രേ. പുതിയ വാദങ്ങളാണ്. ആ കറാമത്ത് കേട്ടാൽ ആളുകൾ ഹിദായത്തിൽ നിന്ന് പോകും. അങ്ങനെയുള്ള കറാമത്താണെങ്കിൽ അത് പറയാൻ പാടില്ല എന്നാണ് എന്ന് ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാന ജല്ല ജലാലുഹു. ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ, എവിടേക്കാണ് ഇവർ ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത്. ായിട്ട് പറയുകയാണ്, മുഅ്ജിസത്തുകളും കറാമത്തുകളുമൊക്കെ ആളുകളെ ഹിദായത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ അതിന്റെ റോൾ എത്രമാത്രമാണ്. അതിനനുസരിച്ചാണ് ആ കറാമത്തുകളുടെയൊക്കെ ഡിഗ്രി കൂടുന്നത്. അതിനനുസരിച്ച് തന്നെ നമ്മളത് പറയാനും പറ്റുകയുള്ളൂ. ആളുകളെ ഹിദായത്തിലാക്കാൻ നമ്മൾ അത്തരം കറാമത്ത് പറഞ്ഞാൽ ഫലപ്രദമാണ് എങ്കിൽ അത് പറയണം. അതേസമയം ചില കറാമത്തുകൾ പറഞ്ഞാൽ ആളുകൾ ദീനിനെ തന്നെ തെറ്റിദ്ധരിക്കും എന്നുള്ള അവസ്ഥയാണെങ്കിൽ അത്തരം കറാമത്ത് പറയരുത് എന്ന് പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ പറയുകയല്ല. ആ പണ്ഡിതനെയാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത്. ഏത്? കറാമത്തിനെ രണ്ടായി വിഭജിക്കുക. ഒന്ന് ഹിദായത്തിന് കാരണമാകുന്ന കറാമത്ത്, മറ്റൊന്ന് ഹിദായത്തിനെ നശിപ്പിക്കുന്ന കറാമത്ത്. ഹിദായത്തിനെ നശിപ്പിക്കുന്ന കറാമത്ത് പറയരുത് എന്ന് പണ്ഡിതന്മാർ എഴുതി വച്ചിട്ടുണ്ട്. വെല്ലുവിളിക്കുന്നു ഞങ്ങൾ. ഇയാളെ മാത്രമല്ല, ഇയാളുടെ കൂടെയുള്ള മുശാവറ മുഴുവനും കറാമത്തുകളിൽ ഹിദായത്തിന് ഭംഗം വരുത്തുന്നതുണ്ടെന്നും അത് പറയാൻ പാടില്ലെന്നും എഴുതി വച്ച അഹ്ലുസുന്നയിലെ ഒരു പണ്ഡിതനെ ഹാജരാക്കാൻ വെല്ലുവിളിക്കുകയാണ് ഞങ്ങൾ. നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും ആരെ? ഇബ്നു തൈമിയയെ, ഇബ്നുൽ ഖയ്യിമിനെ, ഇബ്നു അബ്ദുൽ വഹാബിനെ. അഹ്ലുസുന്നയിലെ ഒരൊറ്റ പണ്ഡിതനെയും കൊണ്ടുവരാൻ കഴിയില്ലെന്ന് മാത്രമല്ല, കറാമത്ത് പറയണം എന്നാണ് അവർ പഠിപ്പിച്ചത്. അങ്ങനെയാണ് ഈ മുഅ്ജിസത്തിലും കുടുങ്ങൂലങ്ങൾ. കറാമത്ത് എന്താന്ന് അയാൾ തന്നെ പറഞ്ഞോട്ടെ. ഇത് ഇന്നലത്തെ പ്രസംഗം, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നത്. പറഞ്ഞോട്ടെ. ഔലിയാക്കന്മാരുടെ കറാമത്തുകളെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചത് അമ്പിയാക്കന്മാരുടെ മുഅ്ജിസത്തുകളുടെ ഭാഗമാണ് എന്നാണ്. ഏതൊരു വലിയും അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ ഏത് ആളെപ്പറ്റിയാണോ ശരിയായ ഔലിയ എന്ന് പറയാൻ പറ്റിയത്, അങ്ങനത്തെ ഏതൊരു ഔലിയയും ആ വലിയ അല്ലെങ്കിൽ ഔലിയ ഏതൊരു നബിയുടെ ഉമ്മത്തിലായിരുന്നോ ജീവിച്ചിരുന്നത്, ആ നബിയുടെ മുഅ്ജിസത്തിന്റെ ഭാഗമായിട്ടാണ് ആ വലിയ കാണിക്കുന്ന കറാമത്ത്. ആ മുഅ്ജിസത്തിന്റെ ഭാഗമാണ് കറാമത്ത്. അപ്പൊ മുഅ്ജിസത്തിനെ സംബന്ധിച്ചും താങ്കൾ ഈ വാദം തന്നെ ആയിരിക്കുമല്ലോ. ഏത്? മുഅ്ജിസത്തിൽ രണ്ടിനമുണ്ട്. ആളുകളുടെ ഹിദായത്ത് നഷ്ടപ്പെടുത്തുന്ന മുഅ്ജിസത്തുണ്ട്, ആളുകളുടെ ഹിദായത്ത് കളയുന്ന കറാമത്തുണ്ട്. അത് പറയാൻ പാടില്ല. ഈ ഖുർആൻ പറഞ്ഞ കുറച്ച് മുഅ്ജിസത്ത് കറാമത്ത് നമ്മളിങ്ങനെ എടുത്തു നോക്കട്ടെ. വലൊക്കെ വല്ല പ്രൊഫസർമാരും ഡോക്ടർമാരും അല്ലേ? എന്താ പോലൊക്കെ വിചാരം? പോലെ ആരോടായി കളിക്കുന്നത്? ഇതൊക്കെ എന്തിനാ പറഞ്ഞു വരുന്നത്? ഏത് ഹദറത്തിലാ പോയിട്ടാ സംസാരിക്കുന്നത്? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ഒരു സൂറത്ത് അല്ലാഹ് തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. എന്താണ് അതിൽ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലിനെ ഒരു രാത്രിയിലെ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് അല്ലാഹു തആല ആകാശ ലോകത്തും അതിനപ്പുറവും കൊണ്ടുപോയി. അല്ലാഹനെ തന്നെ കണ്ടു. സെക്കൻഡുകൾ മാത്രം. മക്കയിൽ ഈ മുഅ്ജിസത്ത് പറഞ്ഞപ്പോൾ ഉണ്ടായ സംഭവം എല്ലാ കിതാബിലുമുണ്ട്. തൊബരി അടക്കമുള്ള തഫ്സീറിൽ മുഴുവനും 200ഓളം ആളുകളാണ് വിശ്വസിച്ചവരിൽ നിന്ന് തന്നെ രാജിവെച്ചു പോയത്. ഏത്? അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്തിന്റെ പിടി.
അതേ സമയത്ത് വിശ്വസിച്ച ടീമുണ്ടായിരുന്നു. വിശ്വസിച്ച് ഇങ്ങനെ മെമ്പർഷിപ്പ് വാങ്ങിയിരിക്കുന്നു. അപ്പോൾ ആ മുഅ്ജിസത്തിന്റെ സംഭവം വന്നത് അന്ന് സൈക്കിൾ പോലും കണ്ടുപിടിക്കാത്ത കാല. ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി എന്നാ പറയുന്നത്, 2 മാസത്തെ ദൂരണ്ട്. അത് കഴിഞ്ഞ് ആകാശലോകത്തേക്ക് പോയി എന്നാ പറയുന്നത്. ആ കാലത്ത് ഇത് പറഞ്ഞപ്പോൾ വിശ്വസിച്ചവർക്ക് തന്നെ നിങ്ങളെ ഭാഷയിൽ അവരുടെ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോയി. അല്ല ഈ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ ഹുസൈൻ മൗലവി? അല്ലത് പറഞ്ഞത് തെറ്റായി. ഇതിപ്പോ ഹിദായത്ത് നഷ്ടപ്പെടുത്തിയല്ലോ. നിങ്ങൾ ഓല ഭാഷയിൽ ചിന്തിക്കി. 200ഓളം ആളുകൾ ഈ മുഅ്ജിസത്ത് അല്ല പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഓലാട് തന്നെ നിൽക്കൂലേ? അപ്പൊ ഹിദായത്ത് പോകാൻ കാരണമാകുന്ന ഒരു മുഅ്ജിസത്തല്ലേ ഇസ്രാ മിറാജ്? പോയി എന്നെല്ലാ കിതാബിലുണ്ടല്ലോ. 200ഓളം ആളുകൾക്ക് പോയി. അപ്പൊ പിന്നെ അല്ലത് പറഞ്ഞത് ശരിയായോ? ഡോക്ടറേറ്റ് അല്ല ആരാക്കൊക്കെ ഇത് കൊടുത്ത ഇയാൾക്കൊക്കെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്താ ഈ പറയുന്നത്? എന്നിട്ട് അയാൾ പറഞ്ഞു വരുന്നത് എന്താ അറിയോ? ഖുർആനാണ് വലിയ മുഅ്ജിസത്ത്. അത് ഏടിയും പറയാതെ വലിയ മുഅ്ജിസത്ത് ഖുർആനാ. ഖുർആനെ കുറിച്ച് അല്ല പറഞ്ഞേ മൗലവി ഓർത്തിയില്ല. യുദില്ലു ബിഹി കസീറ, യുദില്ലു ബിഹി കസീറ വയഹ്ദി ബിഹി കസീറ. ഈ ഖുർആൻ കാരണമായി ഒരുപാട് ആളുകൾ ളലാലത്തിലാവും. അത് ആദ്യം പറഞ്ഞ്, പിന്നെ പറഞ്ഞു വയഹ്ദി ബിഹി കസീറ. ഒരുപാട് ആളുകൾ പിന്നെ നന്നാവും. അത് കുറഞ്ഞ ആളുകളെ ഉണ്ടാവുള്ളൂ അല്ലേ? കൂടുതൽ ആളുകൾ ഇപ്പോൾ യുക്തിവാദികൾ ഖുർആൻ ഓതി നാശാണ്. ജമാഅത്ത് മുജാഹിദ് ചേങ്ങന്നൂരൊക്കെ നാശാണ്. അപ്പൊ ഇയാൾ ആകെ പറഞ്ഞു വരുന്ന ഖുർആൻ കൊണ്ട് തന്നെ കൂടുതൽ ആൾ നാശായതാ. ഹിദായത്ത് നഷ്ടപ്പെട്ട ലിസ്റ്റിലല്ലേ ഖുർആൻ അടക്കം മൗലവി? നിങ്ങൾ ഈ പറഞ്ഞ നിബന്ധന എടുത്താൽ ഏതാ വിശ്വസിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. നിങ്ങള് ഖുർആൻ പറഞ്ഞില്ലേ ഒട്ടകത്തെ അല്ല പുറപ്പെടുവിച്ചു പാറക്കല്ലിന്റെ ഇടയിൽ നിന്ന്. നിങ്ങൾക്ക് വിശ്വസിക്കാനാകോ? അതെങ്ങനെ ഈ കാലത്ത് പറഞ്ഞാൽ ആളുകൾ ഹിദായത്തിൽ നിന്ന് പോവല്ലേ ഉണ്ടാകുക? മാത്രമല്ല സുലൈമാൻ നബി അലൈഹിസ്സലാം, സുലൈമാൻ നബിന്റെ ചരിത്രം പറയുമ്പോൾ ഹത്താ ഇദാ അതൗ അലാ വാദിൻ നംലി ഖാലത് നംലതുൻ യാ അയ്യുഹൻ നംലു ദുഖുലൂ മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാൻ വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ. സുലൈമാൻ നബിയോട് ഉറുമ്പ് സംസാരിച്ചു. എങ്ങനെ ഉണ്ടാവും പറഞ്ഞാൽ? യുക്തിവാദി ചോദിക്കൂലേ, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ ഉറുമ്പിന് സംസാരിക്കാൻ കഴിയുമെന്ന്? ഹിദായത്ത് പോവൂലേ? വെട്ടി മൗലവിമാരെ ഈ ആയത്തൊക്കെ നിങ്ങള്. എന്നിട്ട് നിങ്ങൾ ഒരു ശുദ്ധികലശം ഖുർആനിൽ നടത്തി നിങ്ങൾ. മാത്രല്ല അതിൽ തന്നെ കാണാം ഹുദ്ഹുദ് എന്ന പക്ഷി മരക്കൊത്തി പക്ഷിയാണ്. ആ പക്ഷി സുലൈമാൻ നബിയോട് സംസാരിക്കുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാം ശിക്ഷ പ്രഖ്യാപിക്കുന്നു. ആർക്ക്? പക്ഷിക്ക്. ഇതൊക്കെ എങ്ങനെ നിങ്ങൾ അംഗീകരിക്കാൻ ഞങ്ങൾക്കൊന്നും അറിയാൻ താല്പര്യമുണ്ട്. കുറച്ചുകൂടിയാണ്ട് പോയാൽ ആസഫിന് ബർഖിയ എന്ന വലിയന്റെ സംഭവം പറയുന്നു. ആ വലിയ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചോദ്യം വന്നു. എന്താ ചോദ്യം? അതെ, യാ അയ്യുഹൽ മലഅ് അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ. ആരുണ്ട് അവളുടെ സിംഹാസനം ഇവിടെ കൊണ്ടുവരാൻ? ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള സിംഹാസനം ആര് കൊണ്ടുവരും? ഇഫ്രീത്ത്, ഒരു മല്ലൻ ജിന്ന് എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ കൊണ്ടുവരാം, മണിക്കൂറുകൾ വേണം എനിക്ക്. ഖാല അല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ് അനാ ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക. ലൗഹുൽ മഹ്ഫൂദ് നോക്കി കാര്യം പറയാൻ അധികാരമുള്ള ആസഫിന് ബർഖിയ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. പറയൂ ഹുസൈൻ മൗലവി, ഇതിൽ പറ്റോ? വെട്ടണോ? എങ്ങനെ ഒരു കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള ആ വസ്തു ഇവിടെ കൊണ്ടുവെക്കൽ എങ്ങനെ? മറിയം ബീവിയുടെ സംഭവത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് ഖുർആൻ പറയുകയാണ്. എന്ത്? മറിയം ബീവിയുടെ സമീപത്തേക്ക് സക്കരിയ നബി അലൈഹിസ്സലാം കടന്നു വന്നപ്പോ ആ സീസണിൽ ഇല്ലാത്ത പഴങ്ങൾ കാണുകയാണ്. ചോദിച്ചു ബീവിയോട്, എവിടെ നിന്ന് കിട്ടി? ഖാലത് ഹുവ മിൻ ഇൻദില്ലാ, ഇത് അല്ലാഹുവിൽ നിന്ന് തന്നതാണ്. മർക്കസിന്റെ ഓഫീസിന്റെ ഉള്ളിൽ നിങ്ങൾ ഇരിക്കുമ്പോ ഈ സമയത്ത് കിട്ടാത്ത വ്യത്യസ്തമായ ഫ്രൂട്ട്സുകൾ വന്ന് നിൽക്കുന്നു. ചിന്തിക്കാൻ പറ്റുമോ? ഇന്ന് പറയാൻ പറ്റും ആളുകളോട്, ആ ലിസ്റ്റ് ഉടനെ നിങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കണം. ഹിദായത്തിന് കോട്ടം തട്ടുന്ന കറാമത്തുകളുടെ ലിസ്റ്റ്
ഹിദായത്തിന് കോട്ടം പറ്റാത്ത കറാമത്തുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. നിങ്ങൾ എവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഉസൂല ഇതൊക്കെ? കറാമത്താണോ? അത് പറയേണ്ടതാണ്, അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മുഅ്ജിസത്തായ ഇസ്രാ മിഅ്റാജ് ഖുർആനിൽ പറഞ്ഞത്, ഉറുമ്പിന്റെ സംഭവം പറഞ്ഞത്, മരക്കൊത്തിപ്പക്ഷിയുടെ കഥ പറഞ്ഞത്. അതെ, അസ്ഹാബുൽ കഹ്ഫായ ഔലിയാക്കന്മാര് 300-ലേറെ കൊല്ലം ഒരു ഗുഹയിൽ ഉറങ്ങി എന്ന കാര്യം പരിശുദ്ധ ഖുർആൻ പച്ചയിൽ പറഞ്ഞത്, ഒട്ടകത്തിന്റെ പാറക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒട്ടകം പുറപ്പെടുവിച്ച സംഭവം പറഞ്ഞത് മാത്രമല്ല, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് ചന്ദ്രൻ പൊട്ടിപ്പിളർന്നു എന്ന് പ്രഖ്യാപനം. എന്താ മൗലവിമാരെ, നിങ്ങളെ മുശാവറ മുഴുവനും വരി, എന്നിട്ട് ആ ലിസ്റ്റ് ഒന്ന് പ്രസിദ്ധീകരിക്കും. നിങ്ങൾ ഏതാ എന്ത് തോന്നിവാസായി പറയുന്നത്? മൗലവിമാർക്ക് വരെ ഈ വാദല്ല. എന്താ നിങ്ങൾ പറയുന്നത്? കറാമത്ത് മുഅ്ജിസത്തിനെ വിഭജിച്ചിട്ട് പറയാൻ പറ്റുന്നതും പറയാൻ പാടില്ലാത്തതും. എന്നിട്ട് അയാൾ നിസ്സാരമാക്കി കൊണ്ടുവരുന്ന ഒരു കറാമത്തുണ്ട്. അതേതാ? മരിച്ചവരെ ജീവിപ്പിക്കുക. അതൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല എന്ന് അയാൾ പറയുന്നത്. ഓലെ ഉള്ളിലുള്ള അറിയാതെ പുറത്തു വന്നതാ. ഹദറത്ത് എന്നല്ലേ പ്രസംഗിക്കുന്നത്. കേട്ടോ നിങ്ങൾ മരിച്ചവരെ ജീവിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. എത്ര വലിയ അത്ഭുതമാണെന്ന് നോക്കുക. ഇപ്പൊ ഇവിടെ നമ്മളെ വാക്കവി ഉസ്താദ് ഒരു മരിച്ച ആളങ്ങോട്ട് ഹയാത്താക്കി കാണിച്ചു എന്ന് വെക്കുക. ഒരു പക്ഷേ ഈ കണ്ട ആളുകൾക്കൊക്കെ അത് വലിയ അത്ഭുതമായി തോന്നും. ഇനി അവര് പോയിട്ട് അവരമ്മാരോടോ വാപ്പാരോടോ ജ്യേഷ്ഠന്മാരോടോ അഞ്ചന്മാരോടോ ഒക്കെ പറഞ്ഞാൽ എന്റെ കുട്ടി കളവൊന്നും പറയൂലെന്നും അവന് അങ്ങനെ നോട്ടപ്പഴ വരൂലെന്നൊക്കെ ബോധ്യമുള്ളത് കൊണ്ട് അവരും ഒരു പക്ഷേ വിശ്വസിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ജനറേഷൻ അങ്ങ് കഴിഞ്ഞ് അടുത്ത ജനറേഷനോട് മടവൂര് CM സെന്ററിന്റെ ഹെഡ് വാക്കവി ഉസ്താദ്, കട്ടിപ്പാറ ഉസ്താദിന്റെയും അതുപോലെ തന്നെ അബ്ദുൽ ഫത്താഹ് തങ്ങളുടെയും അതുപോലെ തന്നെ ജമലുല്ലൈനി തങ്ങളുടെയും ഹദ്റത്ത് വെച്ചിട്ട് ഒരു മയ്യിത്തിനെ ഹയാത്താക്കി എന്ന് പറഞ്ഞാൽ ഈ കണ്ട ആളുകളുടെ തലമുറ അങ്ങോട്ട് കഴിഞ്ഞാൽ ഓരോറ്റ കുട്ടി വിശ്വസിക്കുമോ എന്നുള്ളത് സംശയമാണ്. അതാണ് അങ്ങനത്തെ മുഅ്ജിസത്തുകളോ കറാമത്തോ അല്ല ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറഞ്ഞത്. കണ്ടങ്ങള് ഏത് മരിച്ചവരെ ജീവിപ്പിച്ചു എന്ന സംഭവം ആരെ ജീവിതത്തിലുണ്ട്? ശൈഖുൽ മശായിഖ് ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹ്. അതിനെ നിന്ദിക്കുകയാണ് ഇയാൾ. എന്നിട്ട് പറയാ അതൊന്നും പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? എന്നൊരു ഉദാഹരണം, ബാക്കവി ഉസ്താദ് ജീവിപ്പിച്ചു എന്ന് സങ്കല്പിക്കാൻ. അതിനൊക്കെ അയാൾ ഒരു 10,000 കോടി ജന്മം ജനിക്കണം, എന്നാലും ആവൂല ഒന്നും. അതടക്കട്ടെ, ഉദാഹരണം പറഞ്ഞിട്ട് അയാൾ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? സഹോദരങ്ങളെ, അതുകൊണ്ടാണ് അത് എണ്ണാത്തത്. മുഅ്ജിസത്ത് കറാമത്തിൽ വലിയ മുഅ്ജിസത്തായി പറയാത്തത്. എവിടെ അത് പറയാത്തത്? ഖുർആൻ മുഅ്ജിസത്താണ് എന്ന് പറഞ്ഞ ഖുർആൻ അതിൽ തന്നെ പറഞ്ഞതല്ലേ ഇത്? വലിയ മുഅ്ജിസത്ത് ഖുർആനാണ് അയാൾ പറയുന്നുണ്ട്. എന്നാ സഫീന് മനസ്സിലാക്കിക്കൂടെ ആ ഖുർആനിൽ ഉണ്ട് ഈ സംഭവം എന്നുള്ളത്? ഇവരൊക്കെ പഠിപ്പിക്കണ മക്കളെ കാര്യം എന്താവും? അതിൽ ഈസാ നബിയെ കുറിച്ച് പറഞ്ഞിടത്ത് അല്ലാഹ് പറയാ, റസൂലൻ ഇലാ ബനി ഇസ്രായീൽ അന്നി ഖദ് ജിഅ്തുകും ബി ആയത്തിൻ മിർ റബ്ബികും അന്നി അഖ്ലുഖു ലക്കും മിനത് ത്വയ്ർ കഹൈഅത്തി ത്വയ്ർ ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാ. കളിമണ്ണിൽ നിന്ന് ഞാൻ പക്ഷിയുടെ രൂപമുണ്ടാക്കി അതിൽ ഊതും, അത് പക്ഷിയായി പറന്നുപോകും. ഇത് അതിലുണ്ടോ? ന്യൂ ജനറേഷൻ ഇത് വിശ്വസിക്കൂലേ? എന്ത് ജനറേഷൻ? ഞങ്ങളെ ജനറേഷൻ പിന്നെ പറയുന്നത് ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കും. ഇത് ഖുർആനിലില്ലേ? ഹദീസിലില്ലേ? വലിയ മുഅ്ജിസത്തിൽ എണ്ണിയിട്ടില്ലേ ഇത്? അപ്പൊ നിങ്ങളെ ലിസ്റ്റ് ഞങ്ങൾക്ക് മനസ്സിലായില്ല. മുഹിയത്തിമാലടുക്കി നിങ്ങൾ ചെല്ലി ചത്താചാകത്തിന് ജീവൻ നീടിച്ചോവർ ചാകും കീലശത്തെ നന്നാക്കി വിട്ടോവർ കോഴിയുടെ മുള്ളോട് കൂകന്ന് ചൊന്നാരെ കൂശാതെ കൂകീഫ റഫിച്ച് വിട്ടോവർ. ഇതിപ്പോ നിങ്ങളെ ന്യൂ ജനറേഷൻ അംഗീകരിക്കുമല്ലേ? ഇത് ഏത് ലിസ്റ്റിൽ വരുന്ന കറാമത്താ? ചാവാൻ പോകുന്ന വസ്തുവിനെ ജീവാക്കി വിട്ടു, ചത്തുപോയ വസ്തുവിനെ ജീവൻ കൊടുത്തു വിട്ടു, അറുക്കപ്പെട്ട കോഴിന്റെ മുള്ളിനോട് പോകാൻ പറഞ്ഞപ്പോ പോയി, കൂവാൻ പറഞ്ഞപ്പോ കൂവി. ഇതൊക്കെ ഇപ്പൊ ഏത് ലിസ്റ്റിലാ? ഒന്ന് പറഞ്ഞു തരണം നിങ്ങള്.
ഖബറകത്തിന്ന് സലാമീനെ കേട്ടോവർ. ഏത് മൊയ്സത്തിലാ വരിക? പറഞ്ഞോളിങ്ങള്. ഓരോന്ന് ഞാൻ എണ്ണിയാൽ ഇത് ഇഷ്ടം പോലെ വരുന്നുണ്ട്. പെയ്യും മഴയോടും ഒഴുകുന്ന ഹാറോടും ഫോരും അതെന്നാരെ ഫോരിച്ച് വെച്ചോവർ. പെയ്യുന്ന മഴയോട് പഴിയണ്ടെന്ന് പറഞ്ഞു, ഒഴുകുന്ന നദിയോട് ഒഴുകണ്ടെന്ന് പറഞ്ഞു. അല്ലേ? കനിയില്ല കാലം കനിയെ കൊടുത്തവർ. ഇതൊക്കെ ഏത് ലിസ്റ്റിലാ ചങ്ങായിമാരെ? മുഷാവറൊക്കെ പിരിച്ചുവിട്ട് കേനമില്ല ഇച്ചേക്കിങ്ങൾ. അതല്ലേ ലിസ്റ്റ് ഉണ്ടാക്കാണോലേ. മാത്രല്ല അതിൽ പറയുന്നുണ്ടല്ലോ, പിന്നെ 40 വട്ടം ജനാപത്തുണ്ടായാരേ 40 വട്ടം ഒരൂരാ കുളിച്ചോവർ. വഹാബിയൊക്കെ ഇതിന് എത്ര കളിയാക്കീന്? ഇതിന്റെ പേരിൽ എത്ര ആള് വഹാബി ആയിന്? ലിസ്റ്റ് പറയും. ഏത് ലിസ്റ്റിലായത്? ഒരു കാമല് നിന്നിട്ട് ഒരു ഖാത്തം തീർത്തോവർ. ഒരു ചൊൽ മുതലായി 3 കാത്തോവർ. എത്ര വരികൾ! ഇതൊക്കെ ഏതാ ലിസ്റ്റ് ചങ്ങാതിമാരെ? അതുകൊണ്ട് മുഹിയദ്ദീൻ മാലന്റെ 1ാമത്തെ വരി മുതൽ നഫീസത്ത് മാല എടുത്തോളി, റിഫായി മാല എന്തായാലും എടുക്കണം. എന്നിട്ട് അതിന്റെ ലിസ്റ്റ് ഒന്ന് പ്രസിദ്ധീകരിക്കുക അടുത്ത മുഷാവറയിൽ. നിങ്ങളൊക്കെ വഹാബിസത്തിന്റെ ആലയിലല്ലാതെ എവിടെ നിങ്ങൾ പോയിരിക്കണ്? ഒരു മശായിഹന്മാരെ അളക്കാൻ വരിക. അടിത്തറയും അടിസ്ഥാനം മുഴുവനും പൊളിഞ്ഞു കെടുക്കാണ്. എന്നിട്ട് ഔലിയാക്കന്മാരെ വേറൊരു കറാമത്തുണ്ടല്ലോ, നമ്മളെ മടവൂർ ശൈഖുനാന്റെ ഇതെടുക്കി. അതിലൊക്കെ ഔലിയാക്കന്മാരുടെ നിസ്കാരം നോമ്പൊക്കെ പറഞ്ഞെടുത്തതിൽ പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് നിസ്കരിക്കുന്നില്ല എന്ന ചോദ്യം വന്നപ്പോൾ അവർ കാണിച്ചു കൊടുത്തു. വാറാലിമൻ സഅലൂഹു അൻ അദ്മിസ്സലാ ഫീ കഫിഹി മഅ ഖൗമിഹി മുസല്ലിയാ. നിസ്കരിക്കാത്തത് എന്തെന്ന് ചോദിച്ചപ്പോൾ അതാ അവിടുത്തെ കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് കാണിച്ചു കൊടുത്തു, ഞാൻ ഇവിടെ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ നിസ്കരിക്കുന്നത് നേരിട്ട് കണ്ടോളൂ. അതിനെയാൾ പരിഹസിക്കാണ്. അതൊന്നും ആരും വിശ്വസിക്കാൻ പോണില്ല എന്നാ പറയണ്. അതൊന്നും പറയാൻ പോണ്ട എന്നാണ് ഈ ചങ്ങാതി പറയുന്നത്. അതേ ആളുടെ നേരെ സഹോദരൻ അവിടെ പ്രസംഗിച്ചത്. അയാളും അതന്നെ പറഞ്ഞു, ഇവിടെ വിശ്വസിക്കാൻ പറ്റാത്ത കറാമത്തുണ്ട്. ഇവരൊക്കെ നമുക്ക് കേന്നമിലേക്ക് പറഞ്ഞയക്കണ ഒരു ദിവസമുണ്ട്, അന്ന് നമുക്ക് തീർത്ത് പറഞ്ഞു കൊടുക്കും. ഒരു ഫലത്തിലായി ഇനി മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് കേന്നമിനോട് ഒരു പോസ്റ്റർ ഒട്ടിച്ച് നമുക്ക് അത് ആവശ്യപ്പെടാം. കണ്ടോളൂ നിങ്ങൾ നിസ്കാരത്തെക്കുറിച്ച് പറയുന്ന ഭാഗം. ഞാൻ പറഞ്ഞു വരുന്നത് അമ്പിയാക്കന്മാരുടെ മുഅ്ജിസത്തിന്റെയും ഔലിയാക്കന്മാരുടെ കറാമത്തിന്റെയും ഒക്കെ ഡിഗ്രി എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക ഒരു ക്രൈറ്റീരിയ വെച്ചുകൊണ്ടാണ്. ആ മുഅ്ജിസത്തുകളും കറാമത്തുകളും ഒക്കെ ആളുകളെ ഹിദായത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ എത്രമാത്രം വലിയ റോള് അത് നിർവഹിച്ചിട്ടുണ്ട്. അതേസമയം പറഞ്ഞ കറാമത്ത് മുഖേന ഔലിയപ്പാപ്പ നിസ്കരിക്കലില്ലായിരുന്നു, അതുകൊണ്ട് എമ്മക്ക് നിസ്കരിക്കണ്ട എന്നുള്ളതിനാ തെളിവ് പിടിക്കുന്നതെങ്കിൽ, ഔലിയപ്പാപ്പ നിസ്കരിക്കാറില്ല, മക്കത്തുനിന്ന് ഞാൻ ഇപ്പൊ നിസ്കരിച്ച് വന്നതാണ് എന്ന് പറഞ്ഞിട്ടാ തെളിവ് പിടിക്കുന്നതെങ്കിൽ, നമ്മക്ക് സുബഹി ആയതിന്റെ ശേഷം അല്ലെങ്കിൽ ളുഹർ ആയതിന്റെ ശേഷം ചുരുങ്ങിയത് 2.5 മണിക്കൂറെന്നെങ്കിലും കഴിയണം മക്കത്ത് ആ നിസ്കാരം നടക്കണമെങ്കിൽ. പിന്നെ അവിടുന്ന് നിസ്കരിച്ചു വന്നിട്ടാ നമ്മളെ സുബഹി നിസ്കരിക്കാൻ വിളിച്ചുണർത്തുന്നത് എന്ന് പറയണതെങ്കിൽ, പ്രിയപ്പെട്ടവര്, അത് ശരിയായ അർത്ഥത്തിൽ എന്തായാലും അങ്ങനെ ഉൾക്കൊള്ളാൻ സാധ്യമല്ല. അത് മറ്റുള്ളവരെ നിസ്കരിക്കാതിരിക്കാൻ ഉള്ള ന്യായമായി മറ്റുള്ളവർ കാണാനും അവര് ദീനിന്റെ വിധിവിലക്കുകൾ അനുസരിക്കാതിരിക്കാനുള്ള ന്യായമായി നമ്മുടെ മുന്നിൽ ഉന്നയിക്കാനുമാണ് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെ ബൽക്കൊക്കെ തോന്നിപ്പോകുന്നത് എന്താണ് ഇപ്പൊ പറഞ്ഞത്? അതൊക്കെ വഹാബിന്റെ അതേ കാരണം വഹാബി ചോദിച്ചതാ. മടവൂർ ശൈഖുന മക്കത്ത് പോയി നിസ്കരിച്ചു എന്ന് പറയുമ്പോൾ അവിടെ സമയമായിട്ടില്ലല്ലോ. അവരുടെ മഹല്ലി എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനാണെന്നുള്ള ബോധം പോലും എനിക്കില്ല. അതേ ചോദ്യം ഇയാൾ പറയാണ്. എന്നിട്ട് ഈ സംഭവത്തിനെതിരിൽ അയാൾ ആളുകളെ മനസ്സിൽ വിഷം കുത്തിവെക്കുകയാണ്. അതിവിടെ അറിയപ്പെട്ട സംഭവമല്ലേ? മഹാനരായ ഇമാം അബ്ദുൽ വഹാബ് ശഅറാനി അവരുടെ കിതാബാണ് അൽ അജ്വിബത്തുൽ മർളിയ എന്ന ഈ ഗ്രന്ഥം. ഇതിന്റെ 167-ാമത്തെ പേജ് മുതൽ മറിച്ചു നോക്ക്, അതിൽ പറഞ്ഞിട്ടുണ്ട് അതിന്റെ സത്യം. മഹാനരായ
മടവൂർ ശൈഖുനാൻ്റെ അടുത്ത് ഒരു ബാക്കവി പോയ സംഭവം ഉണ്ടല്ലോ, മജീദ് ബാക്കവി ആളുകളൊക്കെ പറഞ്ഞത് കേട്ട് എങ്ങോട്ട് പോയതാ? ശൈഖുനാൻ്റെ അടുത്ത് പോയതാ. പക്ഷേ അയാളെ മനസ്സിലൊരു സംശയം, നിസ്കരിക്കണ കാണുന്നില്ലല്ലോ. മജീദ് ബാക്കവിയിൽ നിന്ന് നേരെ ഉദ്ധരിച്ച് മടവൂർ കാഫിലയിൽ വന്നതാണ്. എന്തായാലും പറഞ്ഞതിന് മജീദ് ബാക്കവി ഈ സംശയത്തോടുകൂടി മടവൂർ ശൈഖുനാൻ്റെ ഹദറത്തിലേക്ക് അങ്ങോട്ട് കയറിയതേ ഓർമ്മയുള്ളൂ. ശൈഖുനയുടെ ചോദ്യം, നിങ്ങൾക്ക് സക്കരിയ അൽ അൻസാരി തങ്ങൾ അറിയുമോ? ഉപരി പറഞ്ഞ് രണ്ടും പറഞ്ഞാൽ ഞാൻ കുടുങ്ങും. അറിയില്ല പറഞ്ഞാൽ പിന്നെ എന്തിനാ ഓതാൻ പോയിന്ന് വെച്ചാൽ എന്താട്ട്? അറിയില്ല എന്ന് പറയാനും പറ്റൂല, നമ്മളിത് കേട്ടിട്ടില്ല. അറിയുന്ന പറഞ്ഞാൽ പിന്നെ കൂടുതൽ ചോദിച്ചാൽ അറിയൂലല്ലോ. അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ശൈഖുന പറഞ്ഞു എന്നാൽ നിങ്ങൾ കിതാബ് ഓതിയത് ശരിയായിട്ടില്ല, കിതാബ് വീണ്ടും ഓതണം, അപ്പോൾ സംശയങ്ങൾ തീരും. അബ്ദുൽ വഹാബ് ഷഅറാനി തങ്ങളുടെ നേരെ ഉസ്താദാണ് ആര്? സക്കരിയ അൽ അൻസാരി തങ്ങൾ. സക്കരിയ അൽ അൻസാരി തങ്ങളെ ശിഷ്യനാണ് അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു. മഹാൻ പറയാണ് വകാന ശൈഖു സക്കരിയ റഹിമഹുല്ലാഹ് യഖൂൽ, സക്കരിയ അൽ അൻസാരി തങ്ങൾ പറയാറുണ്ടായിരുന്നു, ഇയ്യാകും മൻ തുൻകിറു അലാ അഹദിൻ മിനൽ ഔലിയാ കൗനഹു ലം യുസല്ലി മഅകും ഫീ ജമാഅ. നിങ്ങളുടെ നാട്ടിൽ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരാള് നിങ്ങളുടെ പള്ളിയിൽ ജമാഅത്തിനില്ല എന്ന് കരുതി അതിന്റെ പേരിൽ അവരെ വിമർശിക്കരുത്. ഫഇന്ന ലില്ലാഹി തആല റിജാലൻ യുസല്ലൂന കുല്ല സ്വലവാത്തിൻ മിനസ് സ്വലാത്തിൽ ഖംസ് ഫീ മക്കാനിൻ ഗൈരി ബലദിഹിം. അവർക്ക് ചില പ്രത്യേക സ്ഥലങ്ങളുണ്ട്, അവിടെയാണ് അവർ നിസ്കരിക്കുക. ഫബഅദുഹും ലാ യുസല്ലിൽ ജുമുഅ ദായിമൻ ഇല്ലാ ബിമക്ക. മക്കയിൽ വെച്ചല്ലാതെ അവർ നിസ്കരിക്കൂല ചില ഔലിയാക്കന്മാർ. മറ്റു ചിലർ ഔ ഇൻദ റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തല്ലാതെ. അപ്പോൾ ഔലിയാക്കന്മാരെ നിസ്കാരം നമ്മളിപ്പോൾ നമ്മളെ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്താൽ പിന്നെ പള്ളിയിലേക്ക് പോകുന്ന പണിയില്ല. ഏത് വലിയനും മക്കത്തെത്താൻ ഉന്നതരായ ഔലിയാക്കന്മാരെ കുറിച്ചായി പറയുന്നത്. അങ്ങനെ എത്തിയപ്പോൾ അവർ ആ സെക്കൻഡിൽ തന്നെ അവരെ നിസ്കാരം കറക്റ്റ് നിസ്കരിക്കല്ലേ. അത് പറഞ്ഞുകൊണ്ട് നമ്മളാരെങ്കിലും നിസ്കരിക്കാതൊക്കെ അത് പറ്റൂല എന്ന് നമുക്കറിയില്ലേ? നമുക്ക് അങ്ങനെ പോകാൻ കഴിവില്ല എന്ന് നമുക്കറിയൂലേ? ഇത് അപ്പുറത്തുള്ള വായിക്കായാണ്. മടവൂർ കാഫിലയിൽ പിന്നെ മരിച്ചവരെ ഹയാത്താക്കിയ സംഭവം വന്നാൽ അപ്പം ഞമ്മക്കാരെങ്കിലും മരിച്ചാൽ ഞമ്മക്കും ഹയാത്താക്കാന്ന് നമ്മളെങ്ങനെ വിചാരിക്കുമോ? നമ്മളാ ചെയ്യണത്. മറിയം ബീവിൻ്റെ സംഭവം ഖുർആനിൽ, മറിയം ബീവിൻ്റെ റൂമിക്ക് ഭക്ഷണം എത്തിയെന്ന് കണ്ടാൽ ഇനി നമ്മളും അങ്ങനെ പണിയൊന്നും എടുക്കാതെ വീട്ടിലിരുന്ന ഭക്ഷണം അങ്ങനെ എത്തുമോ? അത് മറിയം ബീവിക്ക് എത്തിയതാണ്. ഈസാ നബി അലൈഹിസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ച സംഭവം ഖുർആനിലില്ലേ? അത് പറഞ്ഞാൽ പിന്നെ ഇനി ഒരാൾ മരിച്ചാൽ ജീവിപ്പിക്കാന്ന് പറഞ്ഞാൽ നമ്മളിരിക്കാൻ പറ്റും? അത് ഈസാ നബി ചെയ്തതല്ലേ? ഇത് മടവൂർ ശൈഖുന ചെയ്തതല്ലേ? മടവൂർ ശൈഖുന അത് വേണ്ടാന്ന് പറഞ്ഞ സ്ഥാനത്ത് ഈ ഡയാലിസിസ് വേണ്ട പറഞ്ഞതാവൂ? അയാൾ ചത്തം പോവും. പറയേണ്ടവരല്ലേ അത് പറയേണ്ടത്? ഇത് കളിക്കുട്ടിയാണോ? ഇതൊക്കെ ആദ്യം പഠിക്കണം. അപ്പം മടവൂർ ശൈഖുന അതുപോലെയുള്ള ഔലിയാക്കന്മാർ മക്കത്തും മദീനത്തും പോയി നിസ്കരിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് ആരും നിസ്കാരം ഒഴിവാക്കൂല. നമ്മൾ നിസ്കരിക്കുക ചെയ്യാം. അത് ഉൾക്കൊള്ളാനൊന്നും ഒരു പ്രയാസം ഉണ്ടാവില്ല. അതാ SYS ബുക്ക് സ്റ്റാള് പുറത്തിറക്കിയ പഴയ മൗലിദിൽ തന്നെ ആ സംഭവം പറഞ്ഞ് അന്ന് ഈ ലിസ്റ്റ് വരെ പുറത്തിറക്കിയിട്ടില്ല, പറയാൻ പറ്റണവും പറ്റാത്തും. അന്ന് പറഞ്ഞ എന്താ നിസ്കരിക്കാത്തത് എന്ന് ചോദിച്ചവരോട് ശൈഖുന കാണിച്ചു കൊടുത്തു അവിടുത്തെ കയ്യിൽ അവിടുത്തെ ആളുകളോടൊപ്പം നിസ്കരിക്കുന്നതായിട്ട്. ഇത് അന്ന് പറയുന്നു, അന്ന് സുന്നിയായിരുന്നു. ഇന്നിപ്പോ KNM പോയില്ലേ? ഒരു രക്ഷയുമില്ല.